നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയെ കൊച്ചിയാക്കാനൊരുങ്ങി കൊച്ചിൻ കാർണിവൽ. കാനഡയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്ര ദൂരമുണ്ട്? 12,657 കിലോമീറ്ററും 20 മണിക്കൂറും 18 മിനിറ്റിൻ്റെയും വിമാനയാത്രയും. ഇത്രയൊന്നും പോകാതെ ഒരു കൊച്ചിൻ കാർണിവൽ കാനഡയിൽ വന്നാലോ? ജൂലൈ 27 ശനി രാവിലെ 11 മുതൽ രാത്രി 11 വരെ വൂഡ്ബ്രിഡ്ജ് പാർക്ക് ഗ്രൗണ്ടിൽ മറ്റൊരു കൊച്ചി വൈബ് ഒരുങ്ങുന്നു. ശിങ്കാരിമേള മത്സരം, ഡാൻസ്, ഗാനമേള, ബൈക്ക് റേസിംഗ്, നാടൻ തട്ടുകട എന്നുവേണ്ട മലയാള സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദം കൊച്ചിൻ ക്ലബ് കാനഡയിൽ സൃഷ്ടിക്കുന്നു. ചുവട് വെച്ച് നടന്ന മണ്ണിൻ്റെ സാംസ്കാരിക തനിമ പുത്തൻ തലമുറയിലേക്കും പകരുന്ന നവ്യാനുഭൂതിക്കായി കൊച്ചിൻ കാർണിവലിനായി കാത്തിരിക്കുക. സ്ഥലവും സമയവും മറക്കരുതേ. ജൂലൈ 27 ശനി രാവിലെ 11 മുതൽ രാത്രി 11 വരെ വുഡ്ബ്രിഡ്ജ് പാർക്ക് ഗ്രൗണ്ടിൽ. കുലുങ്ങി വിറച്ച് കാനഡ. വ്യാഴാഴ്ച രാവിലെ 6.4 തീവ്രത രേഖപ്പെടുത്തിയ 4 ഭൂകമ്പങ്ങൾ വാൻകൂവർ ദ്വീപിന്റെ തീരത്ത് അനുഭവപ്പെട്ടു. പോർട്ട് ആലീസിന് 183 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് 10 കിലോമീറ്റർ വ്യാപ്തിയിൽ രാവിലെ 8:08 ആദ്യത്തെ ഭൂകമ്പമുണ്ടായത്. എത്തുകേക്സ് കാനഡ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പ് പ്രകാരം വാൻകൂവർ ദ്വീപിന്റെ വടക്ക് ജുവാൻഡി ഫുക്ക റിഡ്ജ്, സൊവാൻകോ ഫ്രാക്ചർ സോൺ, നോത്ക ഫോൾട്ട് സോൺ എന്നീ പ്രദേശങ്ങളിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഭൂകമ്പ സാധ്യത നഗരങ്ങളുടെ ലിസ്റ്റിലേക്ക് കനേഡിയൻ നഗരങ്ങളും അടയാളപ്പെടുന്നുവെന്നത് ശുഭസൂചനയല്ലെന്ന് ഭൂകമ്പ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. വടംവലി ആവേശവുമായി നയാഗ്ര മലയാളി അസോസിയേഷൻ. കാനഡയിലെയും അമേരിക്കയിലെയും 12ഓളം വരുന്ന ടീമുകൾ വാശിയും ആവേശവും നിറഞ്ഞ വടംവലി മത്സരമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നു. അനിൽ ചന്ദ്രപ്പള്ളി പ്രസിഡന്റും മനോജ് ഇടമന സംഘാടക സമിതി ചെയർമാനുമായിട്ടുള്ള നയഗ്ര മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ അന്താരാഷ്ട്ര വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 13 ശനി രാവിലെ 11 മണിക്ക് നയഗ്ര ഫാൾസ് ഫയർ മെൻസ് പാർക്കിൽ സംഘടിപ്പിക്കുന്ന ഈ വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം മേയർ ജിം ഡെയോഡിറ്റി നിർവഹിക്കും. വളർത്തുനായ കാറിൽ ശ്വാസം മുട്ടിച്ചെത്തു, ഉടമയ്ക്കെതിരെ കേസ്. കാൽഗറിയിലെ വീട്ടമ്മ തന്റെ പൊന്നോമനയായ നായയും കൂട്ടി വാരാന്ത്യ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. നിനക്കൊരു ബിസ്ക്കറ്റും വാങ്ങി ദാ ഇപ്പൊ തിരിച്ചു വരാം സ്വീറ്റി എന്നും പറഞ്ഞൊരു ഉമ്മയും കൊടുത്താണ് വീട്ടമ്മ കാറിനുള്ളിൽ നായയെ ലോക്ക് ചെയ്ത് ഷോപ്പിംഗ് മാളിനുള്ളിലേക്ക് പോയത്. എന്നാൽ ലോകത്തിലുള്ള സകല സ്ത്രീകളെയും പോലെ ഷോപ്പിംഗ് ഇമ്മിണി നീണ്ടുപോയി. 2-2.5 മണിക്കൂർ നീണ്ട ഷോപ്പിംഗും കഴിഞ്ഞ് നായ്ക്കുള്ള ബിസ്ക്കറ്റും വാങ്ങി കാറിലെത്തിയ വീട്ടുടമ കാറിനുള്ളിലെ ചൂടിൽ ശ്വാസം മുട്ടിച്ചത്ത് വിറങ്ങലിച്ചിരിക്കുന്ന നായയാണ് കാണാൻ കഴിഞ്ഞത്. സംഭവം സ്വന്തം വളർത്തുനായയാണെങ്കിലും വീട്ടമ്മയ്ക്ക് കണ്ടകടോര കരച്ചിൽ വന്നെങ്കിലും മൃഗസ്നേഹികളുടെ പരാതിയിന്മേൽ വീട്ടമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുത്തിരിക്കുകയാണ് കാൽഗറിയിലെ കോടതി. ഉമ്മൻചാണ്ടിയൊന്നുമല്ല പിണറായി വിജയനെന്നും വിഴിഞ്ഞത്തിൽ അടിതീരുന്നില്ല. ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം സാധകമായി. എന്നാൽ ആർക്കാണ് പിതൃത്വമെന്ന തർക്കം രാഷ്ട്രീയക്കാർക്കിടയിൽ തീരുന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് UDF ആവശ്യപ്പെടുമ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിലെവിടെയും ഉമ്മൻചാണ്ടി എന്ന പേര് പരിഗണിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടുപേരെയും ചേർത്ത് നിർത്തി അദാനിയും വാർത്തകളിൽ നിറഞ്ഞതോടെ വികസനത്തിനപ്പുറം ചക്കളത്തി പോരിന്റെ നാടെന്ന വടക്കേ ഇന്ത്യൻസിന്റെ ആക്ഷേപം കനക്കുകയാണ്. നോർത്ത് ഇന്ത്യൻസ് എന്തു പറഞ്ഞാലും കേരൾ ബുദ്ധിമാൻ ക ലാൻഡ് ഹേ ബായ്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.